ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. ഡിഗ്രീനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കേട്ടും കണ്ടും പരിചയമുള്ള ഡിഗ്രി ഏതാണ്? 3 വർഷത്തെ ഡിഗ്രി അല്ലെ, 3 ഇയേഴ്സ് ഡിഗ്രിയാണ്. ഇപ്പോൾ നമ്മുടെ പാരൻസോ ടീച്ചേഴ്സോ ഒക്കെ ചെയ്തിട്ടുള്ളതൊക്കെ അത്തരത്തിലുള്ള 3 വർഷ ഡിഗ്രികളായിരിക്കാം. ഓക്കെ, പക്ഷേ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിലവിൽ നമ്മുടെ കേരളത്തിൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമാണ് ഉള്ളത്. ഓക്കെ, 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കേരള ഗവൺമെന്റ് ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത് 2024 ഓക്കെ, അപ്പോൾ അവരാണ് ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്. ആൻഡ് കഴിഞ്ഞ 2025 ഞാൻ ആക്ച്വലി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നത്. സോ ഞാൻ അതിന്റെ സെക്കൻഡ് ബാച്ചാണ്. ആൻഡ് ഇനി നിങ്ങളെന്ന് പറയുമ്പോൾ അതിന്റെ തേർഡ് ബാച്ച് ആയിട്ട് വരും. ഈ ഒരു 4 ഇയേഴ്സ് ഡിഗ്രിയുടെ തേർഡ് ബാച്ച് ആയിരിക്കും ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ. ഓക്കെ, സോ ആദ്യമേ പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഒന്ന് ക്ലിയർ ആയിട്ട് ഇതിന്റെ ഒരു ഐഡിയാസ് ഒന്ന് മനസ്സിലാക്കി എടുക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു തരാനുണ്ട്. അതായത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ആദ്യം അതൊന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ പരിചയമില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ വീഡിയോസ് ആയിട്ട് ഓരോ പാർട്ടുകളായിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇത് അതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ നമുക്കറിയാം, ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് BA BSc BCom കോഴ്സുകളാണ് വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ഡിഗ്രീനെ പറ്റിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് വേണമെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു 4 വർഷ ഡിഗ്രീനെ വിളിക്കുന്ന പേരാണ് FIUGP എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഇനി കോളേജിൽ പോകുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പേരാണ് FIUGP എന്നുള്ളത്. അത് നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലായിക്കോളും. സോ FIUGP വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നാണ്. ഓക്കെ, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, FIUGP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് 4 വർഷമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോർമലി വരുന്ന ഒരു ഡൗട്ടാണ്, അപ്പൊ 3 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു ഡൗട്ട് പറഞ്ഞു തരാം. ഇതിൽ നമുക്ക് വേണമെന്നുണ്ട് എങ്കിൽ 4 വർഷമാണ് കോഴ്സ് വരുന്നത്. പക്ഷെ വേണമെന്നുണ്ട് എങ്കിൽ നമുക്ക് 3 വർഷം ആകുമ്പോൾ നോർമൽ നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, 4 വർഷമാണ് ഡിഗ്രി എന്ന് പറഞ്ഞാലും 4 വർഷവും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, 3 വർഷം ആകുമ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ ബാച്ചിലർ ഡിഗ്രിയുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, നോർമൽ ആയിട്ടുള്ള ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് നമുക്ക് കോളേജിൽ നിന്ന് ഇറങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, കോഴ്സ് എക്സിറ്റ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ഒരു വർഷം കൂടി ചെയ്ത് കഴിഞ്ഞാൽ, 4ാമത്തെ ഒരു വർഷം കൂടി ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് പിന്നെ എക്സ്ട്രാ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വെറും ഡിഗ്രി അല്ല, ഓണേഴ്സ് ഡിഗ്രിയാണ്. ഓക്കെ, സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. എന്താണ് ഓണേഴ്സ് ഡിഗ്രി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഓണേഴ്സ് ഡിഗ്രിയാണ് നമുക്ക് 4ാമത്തെ വർഷം കൂടി നമ്മൾ നിന്ന് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ ഓണേഴ്സ് ഡിഗ്രി തന്നെ 2 തരത്തിലാണ് ഉള്ളത് കേട്ടോ. ഞാൻ സ്ക്രീനിൽ വ്യക്തമായിട്ട് കൊടുക്കാം. ഓണേഴ്സ് ഡിഗ്രി തന്നെ ഓണേഴ്സ് ഡിഗ്രി എന്നുമുണ്ട്. ആൻഡ് ഓൾസോ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. 3 വർഷം ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ഓപ്ഷനിലൂടെ നമുക്ക് നോർമൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പുറത്ത് പോവാം. ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ 4ാമത്തെ വർഷം കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണേഴ്സ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിൽ ഓണേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി അതിനകത്ത് വരുന്നുണ്ട്. ഈ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്കിതിന് ശേഷം ഇത് ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. 4ാമത്തെ വർഷം പഠിക്കുമ്പോൾ ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും? നമുക്ക് പിന്നെ ഹയർ എഡ്യൂക്കേഷൻ, PG, ബാക്കി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, അല്ല നമ്മൾ ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ചൂസ് ചെയ്യേണ്ടത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഫ്യൂച്ചറിൽ PhDക്ക് പോകാൻ താല്പര്യമുള്ളവർ, അതായത് PhD എന്ന് പറയുമ്പോൾ ഡോക്ടറേറ്റ് എടുക്കാൻ താല്പര്യമുള്ളവരാണ് എന്ത് ചെയ്യേണ്ടത്? ഓണേഴ്സ് വിത്ത് റിസർച്ച് ചൂസ് ചെയ്യേണ്ടത്. ഇത് ഇപ്പോഴും ചൂസ് ചെയ്യണ കാര്യമല്ല പറയുന്നത്, 4ാമത്തെ വർഷം ആകുന്ന ടൈമിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ പോകാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഓണേഴ്സ് ഡിഗ്രി മാത്രം ചൂസ് ചെയ്ത് പോയാൽ മതി. അല്ല, നിങ്ങൾക്ക് റിസർച്ചിന് പോകണം, PhD എടുക്കാൻ പോകണം എന്നുണ്ട് എങ്കിൽ, അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, റിസർച്ച് മേഖലയിലോട്ട് കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെടുക്കാം? ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കാം. എന്തിനാ അത് എടുക്കാൻ പറയുന്നതെന്ന് അറിയാവോ? ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേറെ PGയോ ബാക്കി കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് PhD കോഴ്സിന് പോകാനായിട്ട് പറ്റും. ഓക്കെ, ഡോക്ടറേറ്റ്
മീൻസ് എടുക്കാനുള്ള ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് PhDക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലാമറസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ നോർമലായിട്ട് അടുത്ത് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് മാത്രം എടുത്താൽ മതി. അല്ല റിസർച്ച് മേഖലയിലോട്ട് പോകുന്നവരാണ്, അതിന് ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതെടുക്കണം? ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണ് എടുക്കേണ്ടത്. ഓക്കെ, 4ാമത്തെ വർഷത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി 4ാമത്തെ വർഷത്തിലോട്ടേ പോകാൻ താല്പര്യമില്ല, 3 വർഷം മതി എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? നോർമൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പുറത്തിറങ്ങാനായിട്ടുള്ള എക്സിറ്റ് ഓപ്ഷനും അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു FIUGPയുടെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞല്ലോ ഓണേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു ഓണേഴ്സ് നമ്മൾ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ വർഷം, അതിനുശേഷം നമ്മളിപ്പോൾ നോർമലി കേൾക്കുന്ന ഒരു കാര്യമാണ് എന്താണ് 3 വർഷം ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 വർഷം PG എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അല്ലേ. അപ്പോൾ 2 വർഷം PG ചെയ്യുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലോ റിലേറ്റീവ്സിലോ നെയ്ബേഴ്സിലോ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളവർ ഉണ്ടാവാം അല്ലേ. അത് നോർമലി അങ്ങനെ ചെയ്തു വരുന്ന ഒരു പാറ്റേൺ ആണ് അല്ലേ. 3 വർഷം ഡിഗ്രി കോഴ്സ്, പിന്നെ അതിനുശേഷം 2 വർഷം എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 4 വർഷം പഠിക്കുകയാണ്. ആ 4ാമത്തെ വർഷം നിങ്ങൾ ഓണേഴ്സ് ഡിഗ്രിയാണ്, മീൻസ് ഓണേഴ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കുന്നത്, റിസർച്ചിലോട്ട് പോകുന്നില്ല, ഓണേഴ്സിലോട്ട് ഫോക്കസ് ചെയ്താണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ 1 വർഷം കൂടി ചെയ്താൽ മതി PG. 2 വർഷം PGക്ക് പോകണ്ട, 1 വർഷം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 2 വർഷം പഠിക്കാണ്ട് 1 വർഷം നിങ്ങൾക്ക് PG ചെയ്താൽ മതി, ഓണേഴ്സ് എടുത്ത് മീൻസ് 4ാമത്തെ വർഷം ഓണേഴ്സ് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ. 2 വർഷം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് 1 വർഷം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആക്ച്വലി നമ്മൾ നോർമലി ഉള്ള PGയുടെ 2 വർഷം ഉണ്ടല്ലോ, അവിടുത്തെ PGയുടെ 2ാമത്തെ വർഷത്തിലോട്ടായിരിക്കും നമ്മൾ 4 വർഷം ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നേരിട്ട് എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം വരുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്രെഡിറ്റിനാണ്. ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ആ ഒരു ടൈം, അതാണ് ആക്ച്വലി ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അവേഴ്സ് ആണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ലെക്ചറിങ് അവേഴ്സും ഒക്കെ ചേർത്തിട്ടാണ് അത് വരുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം, അത് ക്രെഡിറ്റിനെ കുറിച്ച് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 3 വർഷം ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവിടെ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് 3 വർഷം ആകുമ്പോൾ ഇറങ്ങണം എന്നുണ്ട് എങ്കിൽ നമുക്ക് 133 ക്രെഡിറ്റ് ഉണ്ടാവണം. ഓക്കെ, 133 ക്രെഡിറ്റ് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. ഈ ക്രെഡിറ്റ് ഒക്കെ നിങ്ങൾക്ക് എന്താ പറയുക, കോഴ്സൊക്കെ എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യമൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി വരും കേട്ടോ. ആ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് എന്താണ് റിസൾട്ടൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴും ആ റിസൾട്ടിൻ്റെ PDF-നകത്തും എന്താണ് ക്രെഡിറ്റ് എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് FIUGPക്ക് അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടലി നമ്മൾ 3 വർഷത്തിനുള്ളിൽ 133 ക്രെഡിറ്റ് കിട്ടിയാൽ, സ്വന്തമാക്കാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് എക്സിറ്റ് ഓപ്ഷനിലൂടെ നോർമൽ സർട്ടിഫിക്കറ്റ് മേടിച്ച് പുറത്തോട്ട് വരാൻ പറ്റുള്ളൂ. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി ഇപ്പോൾ. ഓക്കെ, പിന്നെ പറയാനുള്ളത്, നിങ്ങൾ 3 വർഷമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ഒരു 6 സെമ്മാണ് വരിക. സെം എന്ന് പറയുമ്പോൾ 1 വർഷം നമ്മളിപ്പോൾ സ്കൂളുകളിൽ എങ്ങനെയാണ് വരിക, ഇപ്പോൾ +2 ആയിക്കോട്ടെ SSLC ആയിക്കോട്ടെ, എങ്ങനെയാണ് ഇയർ വൈസ് ആയിരുന്നു നമുക്ക് എക്സാം അല്ലേ. ഒരു വർഷത്തിൻ്റെ അവസാനം ആയിരുന്നു നമുക്ക് പരീക്ഷ വന്നിട്ടുണ്ടായിരുന്നത്, മീൻസ് പബ്ലിക് എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോളേജിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രിയിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷത്തെ 2 സെമസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ പോകുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും നമ്മൾ ഷോർട്ടായിട്ട് ഫസ്റ്റ് സെം സെക്കൻഡ് സെം എന്ന് പറയും. അടുത്ത 2ാമത്തെ കൊല്ലം ആകുമ്പോൾ എങ്ങനെയായിരിക്കും, സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് 3rd സെമസ്റ്ററും 4th സെമസ്റ്ററും, 3rd സെമ്മും 4th സെം എന്ന് നമുക്ക് പറയാം. 3rd ഇയർ ആവുന്ന ടൈമിൽ 5th സെമ്മും 6th സെമ്മും എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അടുത്ത് നിങ്ങൾ 4th ഇയർ നിൽക്കുകയാണ്, 4ാമത്തെ വർഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക, അതെ 7th സെമ്മും 8th സെമ്മും എന്നായിരിക്കും നമുക്ക് പറയുന്നുണ്ടാവുക. അപ്പം 3 വർഷം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി ഒരു 6 സെമ്മായിരിക്കും വരുന്നുണ്ടാവുക. 4 വർഷം ചെയ്യുകയാണെങ്കിൽ 8 സെമ്മ് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു സെം എന്ന് പറയുമ്പോൾ 6 മാസമാണ് കേട്ടോ. ഓക്കെ, ഒരു സെം എന്ന് പറയുമ്പോൾ 6 മാസമാണ് ആ ഒരു കാൽക്കുലേഷൻ കണക്ക് കൂട്ടുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഓരോ സെമ്മിന് ശേഷമാണ് നമുക്ക് എക്സാം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിലോട്ട് ജോയിൻ ചെയ്യുന്നു, അപ്പോൾ അന്നേരം ഫസ്റ്റ് സെമ്മാണ് നിങ്ങൾ ഫസ്റ്റ് സെമ്മിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അന്നേരം 6 മാസം കഴിയുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവും, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം പരീക്ഷ ഉണ്ടാവും. ദെൻ പരീക്ഷ കഴിയുന്നു, പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്നു. പിന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ എവിടോട്ട് പോകും, സെക്കൻഡ് സെമസ്റ്ററിലോട്ട് പോകും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നമുക്ക് എക്സാമിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം
പെട്ടെന്നായിരിക്കും നടക്കുന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ കോളേജിലോട്ട് ഈ ഒരു കോഴ്സിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മുന്നത്തെ ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ലാഗായിട്ടൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ FIUGP വരുമ്പോൾ മിക്ക കാര്യങ്ങളും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കാറുണ്ട്. ഇപ്പോൾ എക്സാം നടക്കുന്ന കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിസൾട്ട് വരുന്നത്, റീവാലുവേഷൻ, ബാക്കി അങ്ങനെയുള്ള പ്രോസസ്സുകളായിക്കോട്ടെ, വാലുവേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കാറുണ്ട്. അധികം ലാഗ് ആവാറൊന്നുമില്ല. ഓക്കെ, അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ള ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് വാലുവേഷന്റെ കാര്യം ഒന്ന് പറയാണ്. അത് ഇപ്പോൾ പറയേണ്ടത് എന്തായാലും ഞാനൊന്ന് പറഞ്ഞു വന്നതാണല്ലോ. ഓക്കെ, വേറെ ഒന്നുമല്ല, ഈ സെമ്മിന്റെ കാര്യം പറഞ്ഞല്ലോ, വാലുവേഷൻ എങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ സെമ്മിനെ നമുക്ക് ഓഡ് സമ്മെന്നും ഈവൻ സമ്മെന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഓഡ് നമ്പേഴ്സ് എടുത്തേ, അതായത് ഫസ്റ്റ് സെം, തേർഡ് സെം, അതായത് 1, 3, 5, 7. ഓക്കെ, ഇതൊക്കെ ഓഡ് നമ്പേഴ്സ് ആണല്ലോ. ഇതിനെയൊക്കെയാണ് നമ്മൾ ഓഡ് സം എന്ന് പറയാം. ഏതൊക്കെയാണ്? 1, 3, 5, 7. ഇനി ഈവൻ സം എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 2, 4, 6, 8. ഓക്കെ, ഇത് ഇത്രയാണ് ഈവൻ സം എന്ന് പറയുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ ഓഡ് സെമ്മിന്റെ വാല്യുവേഷൻ ഒക്കെ നടക്കുന്നത് കോളേജിലായിരിക്കും. കോളേജിൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ തന്നെ ആയിരിക്കും പേപ്പർ വാല്യൂ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഈവൻ സം ആവുന്ന സമയത്ത്, അതായത് 2, 4, 6, 8 സെമ്മിന്റെ ഒക്കെ വാല്യുവേഷൻ ഔട്ട്സൈഡ് വാല്യുവേഷൻ ആയിരിക്കും. പുറത്തുള്ള ടീച്ചേഴ്സ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത ടീച്ചേഴ്സ് ആയിരിക്കും വാല്യൂ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ആൻഡ് നിങ്ങൾക്ക് ഇനി ബാക്കി ഇതിനകത്ത് കുറെ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ വരുന്ന ദിവസങ്ങളിൽ ഉടനെ തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, മനസ്സിലായിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. ഓക്കെ, ചില കാര്യങ്ങളെങ്കിലും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ എന്തെങ്കിലും ക്ലാരിറ്റി ഇനി വേണമെന്നുണ്ട് എങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡിഗ്രി എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ ബെല്ലൈക്കനൊക്കെ എനേബിൾ ആക്കി വെക്കുക, ഹൈപ്പ് തരിക. പിന്നെ നമ്മുടെ ഹോം പേജും നോട്ടിഫിക്കേഷനും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിനി വരുന്ന ദിവസം പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, നല്ല വെയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം.